സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ സിനിമ മികച്ച രീതിയിൽ മുന്നേറുമ്പോൾ പ്രണവിനെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഈ അവസരത്തിലാണ് ആദിയുടെ സ്പോട്ട് എഡിറ്ററായിരുന്ന VS വിനായക് ആദ്യമായി പ്രണവിനെ കണ്ടുമുട്ടിയപ്പോഴുണ്ടായ അനുഭവം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതും ആ പോസ്റ്റ് വൈറലായി ഏവരും ഏറ്റെടുത്തതും. വിനായകിൻ്റെ രസകരമായ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ആദിയുടെ ഓരോ പോസിറ്റീവ് റിപ്പോർട്ടുകൾ കാണുമ്പോഴും ഒത്തിരി സന്തോഷമുണ്ട്. അത്രയേറെ ആഗ്രഹിച്ചിരുന്നു അപ്പുവിൻ്റെ വിജയം. ഈ അവസരത്തിൽ ആദ്യമായി പ്രണവിനെ പരിചയപ്പെട്ട രസകരമായ അനുഭവം പങ്കുവയ്ക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സിനിമ ലൊക്കേഷൻ ആയിരുന്നു പാപനാശം. പ്രണവ് മോഹൻലാൽ സഹസംവിധായകനായുള്ള കാര്യം ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത്. കമൽഹാസനെ നേരിൽ കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലായിരുന്ന എനിക്ക് കിട്ടിയ ബോണസ് ആയിരുന്നു പ്രണവിനെ പരിചയപ്പെടാനുള്ള ചാൻസ്. ചിത്രത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തമിഴ്നാട്ടിലും ബാക്കി കേരളത്തിലുമായിട്ടായിരുന്നു ചിത്രീകരിച്ചത്. ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ശേഷം കേരള ഷെഡ്യൂളിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരു തിരുവോണ ദിവസമായിരുന്നു. വീട്ടുകാർക്കൊപ്പം ഉച്ചയ്ക്ക് ഊണും കഴിച്ച് നേരെ തൊടുപുഴയ്ക്ക് വിട്ടു. പിറ്റേന്ന് രാവിലെ ലൊക്കേഷനിൽ ഹാജരാവേണ്ടതാണ്. അടുത്ത ദിവസം നമ്മുടെ ജോർജ് കുട്ടിയുടെ അതേ വീട് തന്നെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സ്ഥലത്തെത്തി. ഗേറ്റ് കടന്ന് ഞാൻ അകത്തേക്ക് കയറി. അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു പിന്നവിടെ നടന്നത്. ഡയറക്ഷൻ ടീമും ക്യാമറ ടീമും ദൃശ്യത്തിലെ അതേ ക്രൂ തന്നെയായിരുന്നതുകൊണ്ട് ലൊക്കേഷനിലെ 3/4 ആൾക്കാരെയും പരിചയമുണ്ടായിരുന്നു. എന്നെ ആദ്യം കണ്ടത് സുധീഷ് ഏട്ടനായിരുന്നു. പുള്ളി ഇപ്പോൾ കുതിരപ്പവൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ്. ആഹാ, നീ വന്നോ? നോക്കിയിരിക്കുമായിരുന്നു, ഇപ്പോൾ ശരിയാക്കി തരാം. ഇതും പറഞ്ഞ് പുള്ളി ഒറ്റ പോക്ക്. ഒന്നും പിടികിട്ടിയില്ല. അപ്പോഴേക്കും ക്യാമറ അസിസ്റ്റൻ്റ് ജിക്കു അടുത്ത് വന്നു. നിങ്ങളെത്തിയോ? എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. എന്തിന്? അതൊക്കെ പറയാം. ആദ്യം ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. അങ്ങനെ ഓരോരുത്തരായി എത്തി. എല്ലാവരും കൂടി എന്നെ രാജാവിനെ പോലെ വീട്ടിലേക്ക് ആനയിച്ചു. ഇതിപ്പം എനിക്ക് പ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ? ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോഴേക്കും സുധീഷേട്ടൻ പ്രണവിനെയും കൂട്ടിയെത്തി. അല്ല, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്താൻ എന്തിനാ ഇത്രയും ബിൽഡപ്പ്? ഒരെത്തും പിടിയും കിട്ടിയില്ല. ഹായ്. ഞാൻ പ്രണവിന് നേരെ കൈ നീട്ടി. പുള്ളിയും ചിരിച്ചുകൊണ്ട് കൈ തന്നു. ഇതാരാണെന്ന് മനസ്സിലായോ? പ്രണവിനോട് അവർ ചോദിച്ചു. ഇല്ല. സംശയത്തോടെ പ്രണവ് അവരെ നോക്കി. ഇതാണ് വിനായക്. പെട്ടെന്നായിരുന്നു പുള്ളിയുടെ മുഖം മാറിയത്. ആ ചിരി മാറി. വേറെന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറിഞ്ഞു. ഇതും കൂടി കണ്ടതോടെ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനിലായി. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ഒരു വക മനസ്സിലാവുന്നില്ല. പിടിച്ചിരുന്ന കൈ കുലുക്കിക്കൊണ്ട് പ്രണവ് വിളിച്ചു, ഹായ് ചേട്ടാ. ഇത് കേട്ടതും 4 ചുറ്റും നിന്നവരെല്ലാം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും ഞെട്ടി. എങ്ങനെ കണക്ക് കൂട്ടിയാലും അത് ശരിയാവില്ലല്ലോ. എന്തിന് കാഴ്ചയെ പോലും എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഏതാണ്ടൊക്കെയോ പ്രശ്നമുണ്ട്. പതിയെ പ്രണവും അവരുടെ ചിരിയിൽ പങ്കുചേർന്നു. ഞാൻ മാത്രം എന്താ സംഭവമെന്നറിയാതെ വായും പൊളിച്ചു നിന്നു. ഇനി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും ദൃശ്യത്തിലെ അതേ ക്രൂ തന്നെയായിരുന്നു. ഞാൻ ദൃശ്യത്തിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ടും ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഇല്ലാതിരുന്നതുകൊണ്ടും സ്വാഭാവികമായും എന്നെപ്പറ്റി അന്വേഷണം വന്നു. അങ്ങനെ കേരള ഷെഡ്യൂളിൽ ഞാൻ ജോയിൻ ചെയ്യുമെന്ന് അറിഞ്ഞ അവർ ഒരു വലിയ ഗൂഢാലോചന അങ്ങ് നടത്തി. സിനിമയുടെ ഡെയിലി ഷൂട്ടിംഗ് റിപ്പോർട്ട് എഴുതുന്നത് പ്രണവിൻ്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് ദിവസേന ഈ റിപ്പോർട്ട് വാങ്ങേണ്ടതും ഓർഡർ ചെയ്യേണ്ടതും എൻ്റെ ജോലിയാണ്. അതായത് കേരള ഷെഡ്യൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് സംബന്ധമായ ഡീലിങ്സ് മൊത്തം ഞാനും പ്രണവും തമ്മിലായിരിക്കും. ഈ കാര്യം മുൻനിർത്തി വിനായക് എന്ന വ്യക്തിക്ക് പ്രണവിന് മുമ്പിൽ ഒരു ഗടാഗടിയൻ ഇൻട്രോ അവരങ്ങ് നൽകി. ഒരു 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവും ഉരുണ്ട മസിലുമൊക്കെയുള്ള അർണോൾഡ് ലെവലിലുള്ള ഒരു ജിമ്മനാണ് വിനായക്. മൂക്കത്താണ് പുള്ളിയുടെ ശുണ്ടി. കൃത്യമായി റിപ്പോർട്ടൊന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകനാണെന്നും നോക്കില്ല. പബ്ലിക്കായി പച്ചയ്ക്ക് ചീത്ത വിളിക്കും. വിനായക് അതാണ് ഇതാണ്, ആനയാണ് സിംഹമാണ്, തള്ളിത്തള്ളി എന്നെ വേറെ ലെവലിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇതെല്ലാം കേട്ട് വിനായകനെന്ന അതിഭീകരനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പ്രണവ്. എന്നിട്ട് നേരിൽ കണ്ടപ്പോഴോ മര്യാദയ്ക്കൊരു മീശ പോലും വളർന്നിട്ടില്ലാത്ത ഒരു പാവം പയ്യൻ. ഇതായിരുന്നു പ്രണവിൻ്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവങ്ങളുടെ കാരണം. ഒരു സ്പെഷ്യൽ സൗഹൃദത്തിന് ഒരു സ്പെഷ്യൽ തുടക്കം നൽകിയ അന്നത്തെ എല്ലാ തള്ളൽ വീരന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, വിനായക് ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.